നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ. 3 ഓഫ് വാൻഡ്സ്, മെയിനായിട്ട് അത് തന്നെയാണ് അല്ലേ. നൈറ്റ് ഓഫ് കപ്സ്, ഡെവിൾ, കിങ് ഓഫ് സ്വാർഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ടവർ. ഓക്കെ. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മേജറായിട്ട് കാണുന്ന നിങ്ങളുടെ പേഴ്സൺ ഒരു ടോട്ടൽ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയി. ഓക്കെ, ആ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയവിടെ നിങ്ങൾ ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. എങ്ങോട്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. അവരുടെ സൈഡിൽ നിന്നും ടോട്ടൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. വെച്ചിട്ട് ഒരു ഫാമിലിയുടെ പ്രസൻസ് അവിടെ കാണുന്നു. ഇതുവരെ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ്, കുട്ടികൾ, അല്ലെങ്കിൽ ഇവരുടെ പാരൻസ്, എയ്തർ വേ ആ ഒരു ഫാമിലിയിൽ നിന്നും ഒരു എതിർപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പേഴ്സൺ പകച്ചു നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് റിലേഷനിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയാൻ പറ്റുന്നില്ല. 3 ഓഫ് വാൻഡ്സ്, ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആണ്. കുറച്ച് വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഇൻ കോണ്ടാക്റ്റ് ഒക്കെ ആയിരിക്കാം, പക്ഷേ ലോങ് ടേമിൽ ഇവർ തിരിച്ചു വരുമോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളോട് ആ പഴയ ഫീലിംഗ് ഉണ്ടോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. ഓക്കെ, റീസെൻ്റ് ആയിട്ടായിരിക്കും ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇവർ പോയിട്ടുണ്ടാവുക. ഒരു പക്ഷേ ജോലിയൊക്കെ ആയിട്ട് വേറെ എവിടേക്കെങ്കിലും പോയതായിരിക്കാം. അവിടെ ഇവർ തിരിച്ചു വന്ന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം, അത് നിങ്ങളെ ഇനി അവർ കോൺടാക്ട് ചെയ്തെങ്കിലേ പറ്റൂ. ഓക്കെ, അവരുടെ സൈഡിൽ നിന്നും പുതിയ നമ്പറൊക്കെ എടുത്ത് കോൺടാക്ട് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നു. തമ്മിലൊരു ചെറിയ വഴക്കോ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു അപ്പോളജി ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയും. അതായത് ഒരു സോറി നിങ്ങൾ പരസ്പരം ഇതുവരെയും പറഞ്ഞിട്ടില്ല, മാപ്പ് കൊടുത്തിട്ടില്ല പരസ്പരം മാപ്പ് കൊടുത്തിട്ടില്ല എന്ന് കാണുന്നു. ഓക്കെ, അതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ഈഗോ തന്നെയാണ് അവിടെ ഇഷ്യൂ. ആദ്യം മറ്റേ ആൾ വരട്ടെ എന്നുള്ള രീതിയിൽ രണ്ടുപേരും തന്നെ ചിന്തിക്കുന്നതായിട്ട് അവിടെ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നിങ്ങളത് നീട്ടി കൊണ്ടുപോകുന്നു. അതൊരു തടസ്സമാണ്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ അതൊരു വലിയ തടസ്സമാണ്. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, വേറെ എന്തെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻ, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അഡിക്ഷൻ. ഓക്കെ, അത് നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അവരുടെ അടുത്ത്, പക്ഷേ അവരത് തിരുത്താൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ആലോചനയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഭയങ്കരമായി ഈഗോ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. ദേഷ്യമായിരിക്കും, ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, ആവശ്യമില്ലാതെ ബ്ലോക്ക് ചെയ്യുക, ചെറിയ തർക്കം വന്നു ബ്ലോക്ക് ചെയ്തിട്ട് പോവുക, ഒരു സോറി പറയാതിരിക്കുക, അങ്ങനെ വല്ലാത്ത നിങ്ങളെ അനുനയിപ്പിക്കാൻ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു ഇതുമില്ല. നിങ്ങൾ വിളിച്ചാൽ അവരും മിണ്ടാതിരിക്കും. എന്നാൽ അതായത് നിങ്ങളെ വിളിച്ച് അനുനയിപ്പിക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും വരുന്നില്ല. നിങ്ങളെ വല്ലാതെ ബോധർ ചെയ്യുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സ്വന്തം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, സേവിങ്സ്, കരിയർ, സ്വന്തം കാര്യങ്ങൾ, ഓക്കെ, സ്വന്തം സുഖ സൗകര്യങ്ങൾ, അതിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾക്ക് ഒരു വില തരാത്ത പോലെ ഒരു ഫീലിംഗ്. ഓക്കെ, അതും ഒരു ഒബ്സ്റ്റക്കിളാണ്.